നീ നടക്കുന്ന വഴി കണ്ടുപിടിക്കാനേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പാത്തും പതുങ്ങിയും പിന്തുടർന്ന് വരാൻ കേമനാണെന്ന് എനിക്കറിയാലോ. സാറെ വിളിക്കുന്നുണ്ടോ? അവളെ ക്ഷണിക്കുന്നുണ്ടോ? ജ്യോതിയോട് ചോദിക്കാം. ആരോട് ചോദിച്ചാലും സാറെ വിളിക്കാൻ പറ്റില്ല. ഈ ഫംഗ്ഷന് സാറെ കണ്ട അനുഭവിക്കേണ്ടത് നീയായിരിക്കും. നിത്യേച്ചി, ഏട്ടൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. കാര്യം എന്താന്ന് പറ നിത്യേച്ചി. കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ വാ, നമുക്കിറങ്ങാം. സാറയെ നമ്മൾ ക്ഷണിക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? സാറേച്ചി നമ്മുടെ സ്വന്തം ആളല്ലേ? അല്ല, അന്ന് പ്രശ്നം ഉണ്ടായതിനു ശേഷം സാറ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അതൊക്കെ സാറേച്ചി മറന്നു കാണുന്നേ. സാറേച്ചി ക്ഷണിച്ചില്ലെങ്കിലേ അമ്മ നമ്മളെ ചീത്ത പറയുവേ. എന്നാലും ഒന്നുകൂടി ചോദിച്ചിട്ട് പോരെ? ചോദിക്കാനൊന്നുമില്ല, നമ്മൾ വിളിക്കുന്നു. പിന്നെ അന്നത്തെ വഴക്കിന്റെ കാര്യം, അമ്മ എത്രയോ പ്രാവശ്യം സാറേച്ചി ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ? സാറേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടായ അമ്മ നല്ല ബഹളം ഉണ്ടാക്കും. അത് സ്വന്തം മോളെ പോലെ കരുതി ചെയ്യുന്നതാണെന്ന് സാറേച്ചിക്കും അറിയാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ വിളിക്കുന്നുണ്ട്. വരുന്നതോ വരാത്തതോ ഒക്കെ സാറേച്ചിയുടെ ഇഷ്ടം. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കാതിങ്ങ് വന്നേ. വാ. നാശം, ആ പച്ചക്കറി എല്ലാം കൂടെ എടുത്തിട്ട് എന്റെ കൈയാകെ ചൊറിയാ. എന്നിട്ടെന്തെങ്കിലും ഗുണമുണ്ടായോ? അതുമില്ല. വീണ, ഉച്ചയ്ക്ക് വേറെന്തെങ്കിലും പ്രിപ്പയർ ചെയ്താലോ? താൻ എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ പഠിച്ചു ചെയ്തോളാം. ഭക്ഷണത്തിൽ തൊട്ടുള്ള കളി ഇനി വേണ്ട. ഹരിയേട്ടന്റെ മനസ്സ് കീഴടക്കണമെങ്കിൽ ഹരിയേട്ടൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണല്ലോ. മാഡം ഒരു നേരം കൂടി ഭക്ഷണം വെച്ചാ ഹരിയേട്ടൻ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയി കളയും. വീണ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഹരി എന്നോട് നല്ല രീതി പെരുമാറ്. ഇനി എന്താ മാർഗം? അതെ, ഹരിയേട്ടന് പ്രാണനെ പോലെ ഇഷ്ടമുള്ള വേറൊരു കാര്യമുണ്ട്. എന്താ അത്? പുസ്തകങ്ങള്. ഒരു കണക്കിന് പറഞ്ഞ ഹരിയേട്ടൻ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടാനാ. ഓ, മാഡത്തിന് എങ്ങനെയാ, വായനാശീലം വല്ലതുണ്ടോ? ഓ, അതൊന്നും എനിക്ക് വഴങ്ങുന്ന കാര്യങ്ങളല്ല. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങിയാലേ ആ പേജ് പകുതി ആവുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ വെറുതെ എന്തിനെങ്ങനെ വായിച്ചു കൂട്ടുന്നേ? ആ നേരം കൊണ്ട് വേറെന്തെങ്കിലും ജോലി എടുത്തൂടെ? അതെ, ഈ പറയുന്നത് ഹരിയേട്ടൻ കേക്കണ്ട. ഇവിടെ നല്ല ബഹളം തന്നെ നടക്കും. മുമ്പൊരിക്കല് ഹരിയേട്ടന്റെ മുറിയിലിരുന്ന പുസ്തകം അബദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് കീറിപ്പോയി. അന്നിവിടെ എന്തായിരുന്നറിയോ കോലാഹലം. അത്രക്കിഷ്ടാണോ ഹരിക്ക് പുസ്തകങ്ങള്? അതല്ലേ ഞാൻ പറഞ്ഞത്, പ്രാണനെ പോലെയാണെന്ന്. പുസ്തകങ്ങൾ സമ്മാനം കൊടുക്കുക, വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, എത്ര നേരം വേണമെങ്കിലും ഹരിയേട്ടൻ മുമ്പിൽ ഇരുന്ന് തരും. അതിനിപ്പോ ഞാൻ വായിച്ചു തുടങ്ങണോ? വേണ്ടി വരും. ഓ മൈ ഗോഡ്. നോക്ക്, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഹരിയേട്ടനെ പോലെ ഒരാളുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ. പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ കൂടെ നിൽക്കുന്നതെന്നറിയോ? അങ്ങനെ ഒരു തീരുമാനം എടുത്താ എനിക്കും എന്റെ ജീവിതത്തിൽ ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാം. പിന്നെ അച്ഛൻ പോലെ എന്നെ ചോദ്യം ചെയ്യില്ല. ഇതുകൂടി ഒന്ന് ചെയ്തു നോക്കാം. ആദ്യം കുറെ പുസ്തകങ്ങൾ വാങ്ങണം. ഇങ്ങോട്ട് വാ നിത്യേച്ചി, നടക്ക്. വാ, ഇവിടെ ഇരിക്കെ. എന്താ നിത്യ, ഇരിക്കെ. ഇരിക്കേച്ചി. എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ വരില്ലല്ലോ. വിശേഷമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. ഓ,
നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് സാറേ ക്ഷണിക്കാൻ വന്നതാ. സാറേച്ചിക്ക് മാത്രമേ ഉള്ളൂ ക്ഷണം. അല്ല, മനു എന്തായാലും വരണം. ഫംഗ്ഷന് വിളിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ വിളി ആര് തീരുമാനിച്ചതാ നിത്യ? നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണോ അതോ നിത്യ തനിച്ചോ? ഞാൻ തനിച്ചെന്ത് തീരുമാനം എടുക്കാനാ? അമ്മയാണ് ഞങ്ങളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടത്. എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ജീവൻ ഒന്നും പറഞ്ഞില്ലേ? സാറേച്ചി കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. ഏട്ടന്റെ കാര്യങ്ങളൊക്കെ സാറേച്ചിക്ക് അറിയാലോ. അറിയാം. സാറയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നല്ലേ? സാമ്പത്തിക നഷ്ടം അത് ഞാൻ കാര്യാക്കുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറക്കെ വിളിച്ചാ ഓടിയെത്തേണ്ടവര് ഇങ്ങനെ പെരുമാറുമ്പോ പെട്ടെന്നത് മനസ്സിൽ നിന്ന് പോവാൻ പാടാ. സോറി, അമ്മയ്ക്കും അച്ഛനും എല്ലാം അതിലൊരുപാട് വിഷമമുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഇത്രയും ചെയ്തു കൂട്ടുന്ന ഒരാളെ ഇപ്പോഴും നിങ്ങൾക്ക് സഹിക്കുന്നുണ്ടല്ലോ. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടല്ലോ. പകരം അയാൾ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞെത്തിയേ. അയാൾക്ക് ആവശ്യം ട്രീറ്റ്മെന്റാ. സാറ പ്ലീസ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തന്റെ ലൈഫിനെ കുറിച്ച് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ ചേച്ചി, ഈ പറഞ്ഞതൊക്കെ ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ തീരുമാനം എന്താ? ഈ ഫംഗ്ഷന് പോകുന്നുണ്ടോ അതോ ഇല്ലയോ? അവരത് കേട്ട് ചാടി നിൽക്കുക. മനുവിനുള്ള ഇൻവിറ്റേഷൻ സാറേച്ചിയുടെ ചെലവിലല്ല, ഡയറക്റ്റാ. ഓക്കെ, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ സാറ, ഞങ്ങൾക്ക് ഇറങ്ങണം. ഇറങ്ങാൻ വരട്ടെ, എനിക്ക് നിത്യയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ വാ. വാടോ. ഹരി, ആ പുസ്തകങ്ങളൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ. പുസ്തകങ്ങളോടോ എൻ്റെ വായനാശീലത്തോടുള്ള താല്പര്യം കൊണ്ടോ അല്ല സംയുക്ത അത് വാങ്ങിയതെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിൽ ഇടം നേടുക, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ മനസ്സ് ഞാൻ പകുത്തു കൊടുത്തിരിക്കുന്നത് 3 പേർക്കാ. ഒന്ന് അമ്മാവൻ, പിന്നെ വീണയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്, പിന്നൊന്ന് അവളാ. പേരറിയാതെ നാടറിയാതെ എന്നെ പ്രണയം കൊണ്ട് കീഴടക്കിയ ആ പെണ്ണ്, എന്റെ മനസ്സിലെ പ്രണയം മുഴുവൻ ഞാൻ സമർപ്പിച്ച ആ പെണ്ണ്. പ്രണയം എന്ന വാക്കിന് അല്പമെങ്കിലും മാന്യത സംയുക്ത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലെ പ്രണയം തകർക്കാൻ സംയുക്ത ശ്രമിക്കരുത്. അതെന്റെ മനസ്സിൽ നിന്ന് മായില്ല. എടാ ജ്യോതി വന്നിട്ട് നീ എന്താ വിളിക്കാനേ? ജ്യോതി വന്നത് നിന്നെ കാണാനാണോ? ചേച്ചിയെ കാണാനല്ലേ? നീ അല്ലേ പറഞ്ഞത് എഴുത്തെഴുതിയാൽ അത് നീ അവൾക്ക് കൊടുക്കാമെന്ന്? ആ പറഞ്ഞു. ഇത്ര നേരം കൊണ്ട് എഴുതി തീർന്നോ? എടാ ജ്യോതി വീടിന്റെ ഉമ്മർത്ത് ആരെയോ ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. നീ ഇപ്പൊ തന്നെ ഇത് കൊടുക്കായിരുന്നെങ്കിൽ. എനിക്ക് അതിനുള്ള പണി പെട്ടെന്ന് പാഴ്സൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് സമാധാനം ഇല്ലല്ലേ? ഒന്ന് കൊടുക്കടാ. ശരി, കൊണ്ടുപോവാം. ഇതിൽ അശ്ലീലൊന്നുമില്ലല്ലോ? ഹേയ് ഇല്ല. എങ്കിൽ ഞാൻ നോക്കട്ടെ. മനു
എടാ എന്തായാലും കൊടുക്കണേ. ഇല്ലടാ, ഞാനിത് മടക്കിട്ട് വിഴുങ്ങാൻ പോവാ. ഒന്ന് പോ. അവളെ ഒന്ന് വളച്ചെടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. എന്നെക്കാൾ കൂടുതൽ എന്തായാലും അവൾ ഇവനെ വിശ്വസിക്കും. സംഗതി എന്തായാലും ഏക്കും. ആ ശരി, ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങോട്ട് വന്നാൽ മതി. ബുക്സൊക്കെ കൊണ്ടുവരണേ. കുറേ നോട്ട് എഴുതിയെടുക്കാനുള്ളതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. പിന്നെ നേരത്തെ തന്നെ വരണേ. ആ ശരി. ആ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞോ? സംസാരിച്ച് കഴിയാതെ പിന്നെ ഫോൺ കട്ട് ചെയ്യൂ? അതല്ല, തനിക്കിനി വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ഒരു കള്ളത്തരം മുഖത്തുണ്ടല്ലോ. ചോദിക്കുന്നതുകൊണ്ട് താൻ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കില്ല. ചോദ്യം പറ. താൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഐ മീൻ, ആരോടെങ്കിലും സീരിയസ് ആയിട്ടൊരു അഫെയർ? സീരിയസ് ആയിട്ടും സിൻസിയർ ആയിട്ടും ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി ആളാരാണെന്ന് അറിയണോ? വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആളെ ഞാൻ പറയാം. എന്തായാലും നാളെ ഫംഗ്ഷന് വരുമല്ലോ, അവിടെ വെച്ച് എൻ്റെ ആളിനെ ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ ഓക്കെ. താൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണല്ലോ അല്ലേ? നോ ഡൗട്ട്, ഐ മീൻ ലവ്. ശരി, ബൈ. ഇഷ്ടമാണെന്ന് പറയാൻ തൽക്കാലം ഈ മാർഗമേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് യോജിക്കില്ലെങ്കിലും പ്രേമത്തിൻ്റെ ഏറ്റവും രസമുള്ള മുഹൂർത്തം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് മനസ്സ് തുറന്ന് എഴുതാൻ പറ്റും. അതുപോലെ ആയിരിക്കണം ജ്യോതിയുടെ മറുപടി. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നടത്തിത്തരാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ ആണെങ്കിൽ, എന്നെ ഇഷ്ടമാണെങ്കിൽ ഇതിനൊരു മറുപടി പറയണം. ജ്യോതി, ഐ ലവ് യു. എത്ര നാളായി മനുവിൻ്റെ മനസ്സറിയാൻ ഞാൻ ശ്രമിക്കുന്നു. എന്നോട് എന്നിട്ട് നീ അത് പറഞ്ഞില്ല. ഇന്നത്തെ ഒരു ദിവസം എന്തായാലും കുറച്ച് വിഷമിച്ചു. നാളെ ഫംഗ്ഷന് വരുമ്പോൾ എൻ്റെ കൈ നിന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി ഞാൻ പറയും, നിന്നെയാണ് എനിക്കിഷ്ടമെന്ന്. പറഞ്ഞത് നെറ്റിക്ക് മനസ്സിലായില്ലേ? ഒരു ഫോൺ വന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഒരുപാട് നേരമായല്ലോ ജ്യോതി. എന്താ, വല്ല കണക്ഷനും ഉണ്ടോ? ഒന്ന് പോ ചേച്ചി. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ നാട്ടിലെ സകല സ്ത്രീകൾക്കും പറ്റുന്നത് ആണുങ്ങളുടെ അഹങ്കാരത്തിന് മുന്നിൽ തല കുനിച്ച് നിൽക്കുന്നു എന്നുള്ളതാ. മാറി ചിന്തിക്കേണ്ട കാലമായടോ. പെണ്ണുങ്ങൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ആണുങ്ങൾ ശൈലി മാറ്റിക്കോളും. എന്നാ ശരി.
யாரப்பா? ഒരു കൊറിയർ ഉണ്ട്, ജ്യോതി എന്ന പേരില. ദാ കൂപ്പറെ, വെയിറ്റ് பண்ணுங்க. എന്താടാ? ஜோதி மேடத்துக்கு பார்சல் வந்திருக்கு இல்லையா? അവള് കുളിക്കുക. ഇങ്ങതാ ഒന്ന് ഒപ്പിട്ടുള്ളൂ. സാർ പേപ്പർ. ശരി സാർ. என்ன சார் இது? ഓ, ഇത് ഫംഗ്ഷൻ ഉള്ളതായിരിക്കും. അപ്പൊ പിന്നെ എല്ലാരും ഇതൊക്കെ വാരി പൂശിക്കൊണ്ടായിരിക്കും നിൽക്കുക. അതെന്തായാലും വേണ്ട. സാർ എന്താടാ? ഒന്നുമില്ല. ഇല്ലേ, ഒന്നുമില്ല. ശരവണ, ശരവണ, വര വര. എന്നമ്മാ? ശരവണ, ഒരു കൊറിയർ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? കൊറിയ അതിപ്പോ വന്ന് ഒന്നുമില്ലേ. എടാ, ഈ കൊറിയർ എന്ന് പറഞ്ഞാലേ വീട്ടിലേക്ക് പാഴ്സലായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്ന, അല്ലാതെ നീ പറയുന്ന പോലെ സംഭാവനക്കാർ വന്നതൊന്നുമല്ല. അപ്പടിയാ മോളെ, ഏതോ അമ്പലത്തിലെ സംഭാവനക്കാർ വന്നിരുന്നു, അതാന്ന് വെച്ചിട്ടാ ഇവൻ. ഞാൻ അവരുടെ പാഴ്സൽ ഓഫീസിൽ വിളിച്ചതാ. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവര് പറയുകയും ചെയ്തു. എവിടെ പോയി കിടക്കുവാണോ ഇയാള്? അല്ല, അതിരിക്കട്ടെ, എന്താ നീ ഓർഡർ ചെയ്തേ? അതിപ്പോ ഏട്ടൻ അറിയണ്ട. இவர் என்னைக்கு மாறப்போகிறது? பொண்ணோட பொருள் கஷ்டம்தான். എന്നയ്യാ? എങ്ക് ഈ കാര്യം പതിവ് പോലെ നമ്മൾ മാത്രമല്ലേ അറിയൂ. മാമ ഇപ്പോ പണ്ടത്തെ പോലെയല്ല. കുടുംബത്തിലെ എൻ്റെ അവസ്ഥയില്ലേ കുറച്ച് മോശമാ. പക്ഷേ എന്നെ ഒറ്റിക്കൊടുത്താലുണ്ടല്ലോ, ഞാൻ വിധിക്കുന്ന ശിക്ഷയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. கடவுளே, இந்த மகாபாபி என்ன பண்ண போறது? இந்த குடும்ப நசிப்பிக்கும்.